ക്ഷണം നിരസിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമയം കിട്ടുമ്പോൾ താങ്കൾ US സന്ദർശിക്കാൻ വരണമെന്നായിരുന്നു ഫോണിൽ സംഭാഷണത്തിലൂടെ ട്രംപ് മോദിയെ അറിയിച്ചത്. എന്നാൽ മോദി ട്രംപിന്റെ ക്ഷണം നിഷ്കരണം നിരസിച്ചു എന്നതാണ് ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് മോദി ഇത്തരത്തിൽ ട്രംപിനോട് നോ പറയുന്നതും. നല്ല സൗഹൃദത്തിലായിരുന്ന രണ്ട് നേതാക്കൾ തമ്മിൽ ഇന്ത്യ പാക് സംഘർഷത്തോടു കൂടി തന്നെ രണ്ട് തട്ടിലേക്ക് ആ ബന്ധം ഉലയുന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഉയർന്ന തീരുവ ഇന്ത്യക്ക് മുകളിൽ ട്രംപ് ചുമത്തിയപ്പോൾ പോലും വളരെ നല്ല ബന്ധത്തിൽ തന്നെയാണ് മോദി ആ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ആ ഒരു സൗഹൃദ ബന്ധത്തെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ പാക് വെടിനിർത്തലിന് താൻ ഇടപെട്ടുവെന്നും മൂന്നാം കക്ഷിയായി മധ്യസ്ഥ വഹിച്ചു എന്നുള്ള ട്രംപിന്റെ അവകാശവാദം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കി എന്നതാണ് മറ്റൊരു വസ്തുത. ആളാകാൻ നോക്കി ഇപ്പോൾ മോദിയുമായി അകലേണ്ട ഗതികേടിലേക്കാണ് ട്രംപ് എത്തി നിൽക്കുന്നതും. US സന്ദർശിക്കാനുള്ള ക്ഷണം നിരസിക്കുക മാത്രമല്ല, താൻ നല്ല തിരക്കിലാണ് എന്നും പറ്റുമെങ്കിൽ ഇന്ത്യയിലേക്ക് വരാനും മോദി ആതിഥ്യ മര്യാദയുടെ ഭാഗമായി വളരെ സൗമ്യതയുടെ ഭാഷയിൽ സംസാരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. US സന്ദർശിക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കാനഡയിലെ G7 ഉച്ചകോടി നടന്ന സമയത്താണ്, അതിനുശേഷമാണ് മോദിയെ ട്രംപ് അമേരിക്കയിലേക്ക് ക്ഷണിച്ചത്. എന്നാൽ മറ്റ് തിരക്കുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ക്ഷണം നിരസിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. ട്രംപിന്റെ ക്ഷണം തിരക്കുകൾ ചൂണ്ടിക്കാട്ടി നിരസിച്ച മോദി ആകട്ടെ പകരം US പ്രസിഡന്റിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ ഒരു മൂന്നാം കക്ഷിയുടെയും ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉറപ്പിച്ച് വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. കാശ്മീർ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ഒരു മധ്യസ്ഥതയ്ക്കും ഇന്ത്യ വഴങ്ങില്ല എന്നും അദ്ദേഹം ഡൊണാൾഡ് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിലാണ് വ്യക്തമാക്കിയതും. വെടിനിർത്തൽ വിഷയത്തിൽ ട്രംപിന്റെ അവകാശവാദം നിരാകരിച്ച ഇന്ത്യയുടെ നീരസം അത് തിരിച്ചറിഞ്ഞതിന് പിന്നാലെയാണ് കാനഡയിൽ നിന്നും മടങ്ങുമ്പോൾ അമേരിക്കയിലേക്ക് വരാമോ എന്ന് ട്രംപ് മോദിയോട് അഭ്യർത്ഥിക്കുന്നതും. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സമയത്ത് താൻ ഇടപെട്ടാണ് വെടിനിർത്തൽ കരാറിന് ഇരു രാജ്യങ്ങളും അംഗീകരിച്ചതെന്ന വാദത്തിൽ ഉറച്ചു തന്നെയാണ് ട്രംപ് നിലകൊണ്ടത്. എന്നാൽ കഴിഞ്ഞ ദിവസം നടന്ന ഫോൺ സംഭാഷണത്തിൽ മോദി ട്രംപിന് തക്കമായ താക്കീത് ചെയ്തുകൊണ്ടുള്ള സംഭാഷണങ്ങളാണ് പുറത്തു വന്നതും. ഇന്ത്യ ഒരു മധ്യസ്ഥതയും ഇതുവരെയും ആരുടെയും ഭാഗത്തു നിന്ന് സ്വീകരിച്ചിട്ടില്ല എന്നും ഇനി സ്വീകരിക്കുകയുമില്ല എന്ന് തറപ്പിച്ചു പറഞ്ഞിരിക്കുകയായിരുന്നു മോദി. ഇതോടുകൂടി തന്നെ മൈ ഫ്രണ്ടിനോട് കടുത്ത ഭാഷയിലാണ് ഞങ്ങളുടെ രാജ്യത്തിന്റെ കാര്യങ്ങൾ വേറെ ആരും ഇടപെടേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ മോദിയും ട്രംപും തമ്മിൽ കൊമ്പ് കോർക്കുകയോ എന്നതാണ് ലോകരാജ്യങ്ങളടക്കം ഉറ്റുനോക്കുന്നത്. അത് മാത്രമല്ല, ഒരുത്തനും എന്റെ രാജ്യത്തിനു വേണ്ടി മധ്യസ്ഥത വഹിക്കാൻ വരേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് മോദി വ്യക്തമാക്കുന്നതും. കഴിഞ്ഞ ദിവസമാണ് ഇക്കാര്യങ്ങൾ പുറത്തു വന്നതും. ഓപ്പറേഷൻ സിന്ധൂറിലോ ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിലോ ഒരു മൂന്നാം കക്ഷി ഇടപെടലും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കി പ്രധാനമന്ത്രി എത്തുകയാണ്. ഒപ്പം തന്നെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും കാശ്മീർ വിഷയത്തിൽ ഒരു തരത്തിലുമുള്ള മധ്യസ്ഥതയും ആരും തന്നെ വഹിച്ചിട്ടില്ല, ഇനി ഒരിക്കലും അത് സ്വീകരിക്കുകയും ചെയ്യില്ല എന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വെളിപ്പെടുത്തൽ. അത് മാത്രമല്ല, ആ സംഭാഷണത്തിലൂടെ തന്നെ ട്രംപ് ഇക്കാര്യങ്ങളൊക്കെ തന്നെ അംഗീകരിച്ചതായിട്ടാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.